ഷുഗറുണ്ട്. എനിക്ക് ഷുഗർ പിടിപെട്ടിട്ട് 20 വർഷമായി. എൻ്റെ 35-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഷുഗർ പിടിപെട്ടത്. അതിനുശേഷം പിന്നീട് ഞാൻ കുറച്ച് ജിമ്മ് ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം, മീൻസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഉപയോഗിക്കാതെ ചെയ്യാം, അതെല്ലാം ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് നമ്മളെവിടെയും ഒരു നീറ്റായിട്ട് കാര്യങ്ങൾ നീക്കിയെങ്കിലേ നമ്മൾക്ക് എവിടെയും ഒരു സ്പേസ് കിട്ടും. ഒരു ചെയർ കിട്ടണമെങ്കിൽ നമ്മൾ നീറ്റായിട്ട് തന്നെ പോകണം. അതാണ് അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് അയ്യൂബ്, ചെമ്മാട് വരുന്നു. സാറ് എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് പറഞ്ഞത്. വിദേശത്തേക്ക് കുട്ടികളെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ട്രെൻഡിൽ അധികവും കുട്ടികളും വിദേശത്തേക്ക് പോയി പഠിക്കാൻ വേണ്ടി പോയി അവിടെ ജോലി സമ്പാദിച്ച് അവിടെ തന്നെ സെറ്റിലാവുന്ന ഒരു കാഴ്ചപ്പാട് കാണുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ നമ്മുടെ സാമൂഹ്യ സ്ഥിതി, നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ സ്ഥിതി അതിൽ ദോഷകരമായിട്ടല്ലേ ബാധിക്കുന്നത്? സാറിൻ്റെ അഭിപ്രായം പറഞ്ഞു. അയ്യൂബ് ചോദിച്ചത് ഇന്ന് സമൂഹം നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ തലമുറ നമ്മുടെ കേരളം വിടുകയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് കേരളം വിട്ട് പുറത്തു പോകുന്നത്. അതിൽ ഞാനും ഒരു ഭാഗമാണ്. എനിക്കത് ചെയ്തേ പറ്റൂ. ഞാനത് ചെയ്തില്ല എങ്കിൽ മറ്റൊരു വ്യക്തി അത് ചെയ്യും. യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവൻ എൻ്റെ വണ്ടി കേടാണെങ്കിൽ അടുത്ത വണ്ടി വിളിച്ചവൻ യാത്ര ചെയ്തിരിക്കും. അവരുടെ ആഗ്രഹം, ആ ഇഷ്ടം, അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇന്ന് അത് എന്താണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫണ്ടുണ്ട്. പണ്ട് എത്ര പേരുടെ കയ്യിലുണ്ടായിരുന്നു ഫണ്ട്? എൻ്റെ ഒരു ജസ്റ്റ് ഒരു അനുഭവം ഞാൻ പറയുവാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര്, ഇപ്പോൾ ഈ കോട്ടയം, തിരുവല്ല എല്ലാവരും എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് പ്രാധാന്യം ചെയ്യുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും ഒരുപാട് ഉള്ളതാണ്. അന്നേരം ഞായറാഴ്ച ദിവസം ഞാൻ എൻ്റെ ഓഫീസ് തുറക്കത്തില്ല. അന്നേരം ആ ദിവസം എന്നോടൊരാൾ പറയുകയാണ്, നിങ്ങൾക്ക് ആ ദിവസം വന്നാൽ എൻ്റെ കുട്ടിയുടെ ഫുൾ ഫീസും 2.5 ലക്ഷം രൂപയും ഞാനന്ന് കൊണ്ടുതരാം, എനിക്ക് അന്നേ അവധിയുള്ളൂ. അത്രയ്ക്കും അവർക്ക് അത്രയും ഫണ്ട്. മറ്റുള്ളവരൊക്കെ 10,000 തന്ന് സീറ്റ് ബുക്ക് ചെയ്യും, 20,000 തന്ന് ബുക്ക് ചെയ്യും. ചില വ്യക്തികൾ നമ്മൾക്ക് ഫണ്ട് അവരുടെ കുട്ടികളെ +2, ഇപ്പോൾ എൻ്റെ ആ മേഖലയെപ്പറ്റി പറയുവാണെങ്കിൽ +2 വരെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകും കുട്ടികളെല്ലാം. +2 ആവുമ്പോൾ ടെൻഷനാണ് അവരുടെ പേരൻസിന്. ഡോക്ടറാക്കണോ, എൻജിനീയറാക്കണോ, പിന്നീട് വേറെ കോഴ്സ് നേഴ്സിംഗ് പഠിപ്പിക്കണോ, BBA പഠിക്കണോ, BCA പഠിക്കണോ, CA പഠിക്കണോ, നമ്മൾ ഏത് കോഴ്സ് പഠിക്കണമെന്ന് അതൊരു ടെൻഷനാണ്. പക്ഷേ എന്നാലും ചില കുട്ടികൾക്ക് ഞാനൊരു കൗൺസിലിംഗ് കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, ഒരു 50% പേരൻസിനും അവരുടെ കുട്ടികളെ എന്താക്കണമെന്ന് അവർക്കറിയാം. അതനുസരിച്ച് അവരുടെ കുട്ടികളെ അവർ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ 50% കുട്ടികൾക്ക് കൂട്ടുകാരെന്താണ് പോകുന്നത്, മറ്റേ ആൾ പോയി എനിക്കത് പഠിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, നമ്മളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർ നമുക്ക് എന്താണ് അവർ കരകയറി ഈസി ആയിട്ട് പോയവർ, അത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്.
പിന്നെ രണ്ടാമത് ഈ ചോദ്യം ചോദിച്ചതിൻ്റെ കറക്റ്റ് മീനിങ് ഒന്നുമില്ല. എന്താണ് പുറത്തോട്ട് പോകുന്നത്? ഒന്ന് ഹൈ സാലറി, 2 പീസ്ഫുൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടത് പോവുക, നല്ലതുപോലെ കഴിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇതാണ് ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത്. അതിനാണ് ഇവർ പുറത്തോട്ട് മെയിൻ പോകുന്നത്. സെറ്റിലാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അവന് കിട്ടുന്ന സാലറി കൊണ്ട് അവന് 2-3 മാസം വെറുതെ ഇരുന്നാലും അവന് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാം, കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അവൻ്റെ പേരൻസിനെ കൊണ്ടുപോകാം, അവൻ്റെ ഫാമിലിയെ അവർക്ക് രക്ഷപ്പെടുത്താം. അവർക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ടാക്സ് ഉണ്ട്, കാര്യങ്ങൾ എല്ലാം കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്. ഇവിടുത്തെ കണക്ക് രാഷ്ട്രീയ പ്രോബ്ലങ്ങളില്ല, മറ്റുള്ള വിഷയങ്ങളില്ല. എല്ലാം വിരൽത്തുമ്പിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാവരും പോകുന്നത്. 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജോലിയില്ല, സ്ഥാപനങ്ങളില്ല. ഇന്ന് സ്ഥാപനങ്ങളും ജോലിയും ഇല്ലാത്ത നമുക്ക് ജോബ് കൊടുക്കാനില്ല. അതാണ് നമ്മൾക്കിപ്പം എന്ത് ജോബാണ് നമ്മൾ ഓരോരുത്തർ കൊടുക്കുന്നത്. ചില കമ്പനികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 5000 പേര്, 4000 പേര്, 10000 പേരൊക്കെ ഓരോ കമ്പനികളൊക്കെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ ഇന്നതൊന്നും നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരും അതിൻ്റെ ഒരു പദ്ധതിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തായ്ലൻഡ്, സിംഗപ്പൂരായിരുന്നു 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ. ഞാൻ പല രാജ്യങ്ങളിലും ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷൻ എല്ലാ വർഷവും ഇൻ്റർനാഷണൽ ടൂർ വയ്ക്കും. അത് ഡിസംബർ മാസത്തിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെ യാത്രകൾ, കാര്യങ്ങളൊക്കെ. അന്നേരം നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന നമ്മളൊക്കെ നമ്മുടെ നാട് എത്ര സുന്ദരമാണ്, അതിന് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ആരും അത് ചെയ്യുന്നില്ല. ഇപ്പോഴൊക്കെയാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ കുറേയൊക്കെ മാറി വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ മറുപടി തൃപ്തികരമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രണയ വിവാഹമാണോ അതല്ല അറേഞ്ച് വിവാഹമാണോ? ഏതാണ് ഏറ്റവും താങ്കളുടെ അഭിപ്രായത്തിൽ നല്ലത്? എന്തുകൊണ്ടായിരിക്കാം നല്ലത് എന്ന് വെച്ചാൽ അങ്ങനെ ആൻസർ പറയാം. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്നിട്ട് പിന്നെ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യണം. പ്രണയ വിവാഹമാണോ? ഫൈസൽ സാർ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. പ്രണയ വിവാഹമാണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് എന്നതാണ് സാറിൻ്റെ ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും രണ്ടേതായ രീതിയുണ്ട്. അറേഞ്ച്ഡ് മാരേജിനും അതിൻ്റേതായ ഗുണമുണ്ട്, അതേപോലെ തന്നെ പ്രണയ വിവാഹത്തിനും. അറേഞ്ച്ഡ് മാരേജാണ് നമ്മൾ അതിൻ്റേതായ പരസ്പരം കണ്ടുമുട്ടുന്നു, അങ്ങനെ പെട്ടെന്നുള്ളൊരു തീരുമാനമെടുത്ത് മുന്നായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ പ്രണയ വിവാഹമാണെങ്കിൽ അതിന് മുൻകൂട്ടി ഇവരുടെ സ്വഭാവം എല്ലാം നമുക്ക് മനസ്സിലാക്കി വിവാഹത്തിലേക്ക് ഏർപ്പെടാൻ പറ്റും. മറ്റേത് പെട്ടെന്നുള്ളൊരു തീരുമാനം എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ടെന്നാണ് എൻ്റെതായ അഭിപ്രായം. എൻ്റെ മറുപടി താങ്കൾക്ക് തൃപ്തികരമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നജിമ മാഡം ചോദിച്ചത് ഞാൻ എങ്ങനെയാണ് ഈ അക്കാദമിയെ നല്ലൊരു ചോദ്യമാണ്. നജിമ മാഡം ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ എങ്ങനെയാണ് ഈ അക്കാദമിയിൽ എത്തിപ്പെട്ടത് എന്നാണ് ചോദ്യം. പ്രസംഗ പരിശീലനത്തിന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും നല്ലൊരു അക്കാദമിയാണ് ഇത് എന്നതാണ്. ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് അറിഞ്ഞത്. അപ്പോൾ അതിലൂടെ ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ ഇവിടെ എത്തിപ്പെട്ടത്. എനിക്ക് നന്നായിട്ട് ആ ഗ്രൂപ്പിലൂടെ എനിക്ക് നന്നായി ഇതിൻ്റെ ആ ഒരു രീതിയും സാറ്
ക്ലാസ് എടുക്കുന്ന രീതി ഒരു സൈക്കോളജിക്കലി ലെവലിൽ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നു ആ രീതിയിലാണ് സാർ ക്ലാസ് എടുത്ത് തരുന്നത് എന്ന് മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അക്കാദമിയിൽ എത്തിപ്പെട്ടത്. സന്തോഷം. എൻ്റെ മറുപടി താങ്കൾക്ക് തൃപ്തികരമായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ഫൈസലാണ്. എനിക്ക് വാരികൊണ്ടിരിക്കാനുള്ളത്, താങ്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? അതിലേറ്റവും ബെസ്റ്റ് കൂട്ടുകാരായിട്ട്, ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ്? ബഹുമാനപ്പെട്ട ഫൈസൽ സാർ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തുണ്ടോ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്നെ അപ്പോൾ എന്നെ സംബന്ധിച്ച് പൊതുവെ സുഹൃത്തുക്കൾ കുറവാണ്. എന്നാലും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞാൽ മുഹമ്മദ് സാഹിബ് പറഞ്ഞിട്ടുള്ള എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് കേൾക്കാൻ, അതുപോലെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വിളിച്ചു കഴിഞ്ഞാലും അവന് ഫോൺ എടുക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും അവന് ഭയങ്കര ഒരു കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ മറുപടി സാറിന് തൃപ്തികരമാണെന്ന് കരുതുന്നു. എൻ്റെ പേര് അനീസ്, ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഒരു വിഷമകരമായ ഒരു സന്ദർഭം വരുമ്പോൾ താങ്കൾ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം മാതാപിതാക്കളാണോ സുഹൃത്തുക്കളാണോ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അനീസ ചോദിച്ച ചോദ്യം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു മോശപ്പെട്ട അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കുന്നത് മാതാപിതാക്കളാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടാണോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉമ്മയോടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ പങ്കുവെക്കാറ്. അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഉമ്മയോട് മാത്രമാണ്. പിന്നെ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുക നമുക്കാണ്. എൻ്റെ മറുപടി തൃപ്തികരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറുപടി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിക്കണം. സംസാരിച്ച് തന്നെ പഠിക്കണം, പ്രസംഗിച്ച് തന്നെ പഠിക്കണം. ശരിയാവുന്നില്ല. ഒരു കാര്യങ്ങൾ വൈകി വന്നതൊന്ന് പരിചയപ്പെടാം. മൈക്ക് ആദ്യം ശരിയാക്കാം.